ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360യിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ സ്കോളർഷിപ്പിൻ്റെ അപ്ഡേഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്, എത്രയൊക്കെ എമൗണ്ട് ആണ് നമുക്കിതിലൂടെ ലഭ്യമാകുക, എത്രയൊക്കെ പെർസെൻറ്റേജ് ഓഫ് മാർക്കുള്ള സ്റ്റുഡൻസിന് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലിക്കേഷൻ കൊടുക്കാം, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ദെൻ ഇൻസൈറ്റ് 360യുടെ യൂട്യൂബ് ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. നമുക്ക് ഈ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു മഹത്തായ ഒരു പദ്ധതിയാണ് ഈ ഒരു സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ SOF ഒരുക്കുന്ന ഗേൾസ് ചൈൽഡ് സ്കോളർഷിപ്പ് സ്കീം. ഇപ്പോൾ പഠനത്തിൽ താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ തടസ്സമാകാതിരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ഒരു പദ്ധതി സ്കൂൾ തലത്തിൽ തന്നെ മികച്ച പിന്തുണ നൽകുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എൻട്രൻസ് പരീക്ഷകൾ, സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾ, അഡ്മിഷൻ നടപടികൾ, കരിയർ ഗൈഡൻസ്, നിങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി നിർണ്ണയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇനി ഈ ഒരു ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇൻസൈറ്റ് 360 ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ, നിങ്ങളുടെ കോഴ്സിനും ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ ഗൈഡൻസ്, എല്ലാ പുതിയ അപ്ഡേറ്റുകളും അവസരങ്ങളും ഡെഡ് ലൈനുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഇനി പഠന ലോകത്തിലെ നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങളെല്ലാം തന്നെ മാറ്റി നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു വഴികാട്ടിയായിട്ട് ഇൻസൈറ്റ് 360 നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതിനായിട്ട് ഇൻസൈറ്റ് 360 ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. ഈ ഒരു പദ്ധതിയെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. അതായത് SOF ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് സ്കീം. ഇന്ത്യയിലുടനീളമുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം തുടരുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയാണ് സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ ഈ സ്കോളർഷിപ്പ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആകെ സ്കോളർഷിപ്പുകൾ ഇന്ത്യയിൽ ഉടനീളമായിട്ട് ഒരു 300 പെൺകുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പുകൾ നൽകുക. അവാർഡ് തുക തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വിദ്യാർത്ഥിനിക്കും ഒറ്റത്തവണയായിട്ട് ഒരു വർഷത്തിൽ 5000 രൂപ വരെ ലഭ്യമാകുന്നതാണ് ഈ ഒരു സ്കോളർഷിപ്പിലൂടെ. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പം ഈ ഒരു സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് താഴെ പറയുന്ന നിബന്ധനകളെല്ലാം പാലിച്ചിരിക്കണം. വിദ്യാഭ്യാസ നിലവാരം നിലവിലെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികളായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. അതുപോലെ തന്നെ അംഗീകൃതമായിട്ട് ഏതെങ്കിലും ഒരു സ്കൂളിലോ സ്ഥാപനത്തിലോ പഠിക്കുന്നവരായിരിക്കണം. ഇവരുടെ മാർക്ക് തൊട്ട് മുൻപത്തെ അധ്യയന വർഷത്തിൽ കുറഞ്ഞത് ഒരു 60% ഓഫ് മാർക്കെങ്കിലും അവർ, അല്ലെങ്കിൽ അതിന് തുല്യമായ ഒരു ഗ്രേഡ് അവർ നേടിയിട്ടുണ്ടായിരിക്കണം. ഇനി ഇവരുടെ കുടുംബ വാർഷിക വരുമാനം പ്രതിമാസം 2,50,000 താഴെ വരുമാനമുള്ള പാരൻസിൻ്റെ കുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന പെൺകുട്ടികൾക്ക്, അതായത് ഫിസിക്കൽ ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാർക്കിൻ്റെ മാനദണ്ഡത്തിൽ ഇളവുകൾ ലഭിക്കുന്നതാണ്. കൂടാതെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടെ വീരമൃത്യു മരിച്ച സൈനികരുടെ കുട്ടികൾക്കായിട്ടുള്ള ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കും രജിസ്ട്രേഷൻ ഫീസിൽ, അതായത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയങ്ങളിൽ അതിനുള്ള ക്രൈറ്റീരിയക്കകത്ത് പല കാര്യങ്ങളിലും അവർക്ക് ഇളവ് ലഭിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ അപേക്ഷ രീതിയും പ്രധാന തീയതികൾ നമുക്ക് നോക്കാം. GCS സ്കോളർഷിപ്പിനായിട്ട് നമ്മൾ അപേക്ഷ വ്യക്തമായിട്ട് സമർപ്പിക്കാൻ, അതായത് ഓൺലൈനായിട്ട് നമുക്ക് സമർപ്പിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അപേക്ഷകൾ നമ്മളെല്ലാം തന്നെ സ്കൂളുകൾ വഴി തന്നെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണം. അപ്പോൾ അതിന് എന്തൊക്കെ രേഖകൾ വേണം, എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതിനെല്ലാം നിങ്ങൾക്ക് ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി ഓഫ്ലൈനാണ്. അതായത് സ്കൂളിൽ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി തന്നെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഈ ഒരു സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കാൻ വിദ്യാർത്ഥിനികൾ അവരുടെ സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് യോഗ്യരായിട്ടുള്ള വിദ്യാർത്ഥികളെ സ്കൂളുകാർ തന്നെയാണ് ശുപാർശ ചെയ്യുക. അപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പലാണ് അതിൻ്റെ പ്രപ്പോസൽ അയക്കേണ്ടത്. അപ്പം സ്കൂളിലെ പ്രധാന അധ്യാപകൻ ശരിയായ രീതിയിൽ ഒപ്പിട്ട് ഒരു ശുപാർശ കത്തിനൊപ്പം GCS ഫോമിനൊപ്പം താഴെ പറയുന്ന വിലാസത്തിൽ അത് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു SOFനെ. അപ്പം ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ ഫോമാറ്റ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചിട്ടെല്ലാം നിങ്ങൾക്ക് ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ തൊട്ട് മുൻപത്തെ അധ്യയന വർഷത്തെ റിപ്പോർട്ട് കാർഡിൻ്റെ പകർപ്പ് സ്കോളർഷിപ്പിനായിട്ടുള്ള നോമിനേഷൻ ഫോമിനകത്ത് നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ SOFൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ശുപാർശകളും വിശദമായി വിലയിരുത്തി അർഹതയുള്ള വിദ്യാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് തയ്യാറാക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരെ അതത് സ്കൂളുകൾ വഴി വ്യക്തമായിട്ട് തന്നെ അവരെ അറിയിക്കുകയും ചെയ്യും. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എത്രത്തോളം നിർണായകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ നടത്തുന്ന ഈ ഒരു GCS പദ്ധതി, അതായത് പഠനത്തിൽ താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് വലിയ ആശ്വാസമാണിത്. 5000 രൂപയുടെ ഈ ഒരു സ്കോളർഷിപ്പ് ഒരു വലിയ സാമ്പത്തിക സഹായമല്ലെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം
സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വരുന്ന നിരവധി പെൺകുട്ടികൾക്ക് ഇതൊരു നിർണായക പിന്തുണ തന്നെയാണ്. അപ്പോൾ അതിനാൽ യോഗ്യരായ എല്ലാ വിദ്യാർത്ഥിനികളും അവരുടെ സ്കൂളിലെ പ്രിൻസിപ്പലുമായിട്ട് ബന്ധപ്പെട്ട് അവസാന തീയതിയായ ഡിസംബർ 31 മുൻപ് അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ഉറപ്പാക്കണം. ഈ ഒരു അവസരം ഉപയോഗിച്ച് നമ്മുടെ പെൺമക്കൾക്ക് തടസ്സമില്ലാതെ വിദ്യാഭ്യാസം തുടരാനുള്ള വഴി തുറന്നു കൊടുക്കുകയും നമുക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ ഞങ്ങളുടെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസൈറ്റ് 360യുടെ മെൻറ്റേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.